സ്വാഗതം. നട റോട്ടിൽ നിന്നിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരാൾ. ഈ കണ്ണട ഇട്ട് ശരിക്കും വലിയമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യമില്ലേ, ഇത് നമുക്കവിടെ ഒഴിവാക്കാം. ഭയങ്കര മഴയൊക്കെ കഴിഞ്ഞോണ്ടേ നല്ല പൊടിയാണ്, അതുകൊണ്ട് ഞാൻ കണ്ണട ഇട്ടാണ്. നമ്മളൊരു കുഞ്ഞ് പർച്ചേസിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അഹമ്മദ്നഗർക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം ഞങ്ങളുടെ സ്ഥലം എത്തി. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ കണ്ണട എടുത്തപ്പല്ലേ എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗി, കണ്ണിന്ന് കൊള്ള വരുന്നത്. അപ്പോൾ എന്തായാലും ഈ കട എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന്. ലെഫ്റ്റും റൈറ്റും ഞങ്ങൾ ഒപ്പം നോക്കിയിട്ട് പോവുകയാണ്. എങ്ങാനും കട മിസ്സായാൽ നമ്മൾ വന്നതൊക്കെ ഫ്ലോപ്പാവും. അപ്പോൾ ഇനി ബാക്കി ഞാൻ കടയിൽ കയറിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ എന്താ സ്ഥലം എന്ന് കാണിച്ചു തരണ്ടേ? മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോൾ നമ്മൾ മലബാർ ഗോൾഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അകത്തേക്ക് പോട്ടെ. ഞങ്ങൾ വർത്താനം കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ നോക്കുക. ഓൽക്കറിയില്ലല്ലോ നമ്മളവിടെ ഉണ്ട് മലബാർ ഗോൾഡ്. ഞാൻ കാണാത്തമാര് ഫോട്ടോ എടുക്കാന്ന പോലെ വെച്ചാൽ ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ആരും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ആങ്ങളക്ക് ഒരു കുഞ്ഞിക്കുട്ടി ഉണ്ടായിക്കാണ്, ഒരു പെൺകുട്ടി. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു വള മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരും, ഞങ്ങൾക്ക് എടുക്കണം. അപ്പോൾ എന്തായാലും ജോലി വരട്ടെ. ഏതൊക്കെ മോഡലാണ് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് മോഡലുകളൊക്കെ നോക്കുകയും ചെയ്യാം. നമ്മുടെ നാട്ടിലത്തെ മാതിരി തന്നെയാണോ, പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ ഇതാ കല്യാണത്തിനൊക്കെ ഇതുപോലുള്ള സെറ്റ് ആട്ടോ ഇടാ. നമ്മളവിടെ ഇങ്ങനത്തെ ഉണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ, ഞാൻ അതുവരെ നോക്കിയിട്ടില്ല. ഇവിടെ കല്യാണത്തിന് ഇങ്ങനത്തെയൊക്കെ ഇടുകയെന്ന് ഞാൻ കണ്ടിരിക്കണം. അപ്പോൾ അതാ ഉണ്ടാവും ഇതുപോലുള്ള സെറ്റുകളൊക്കെ. പിന്നെ നമ്മളിടുന്ന ഫാഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഇവിടെ ഉണ്ട് ഇങ്ങനെ. ഈ ഒരു മല ഭയങ്കര രസമല്ലേ, ഡയമണ്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പേക്കുന്നത് ബാംഗിൾസിൻ്റെ സെക്ഷനിലാണ്. എൻ്റെ അമ്മ ഈ നമ്മളെന്താ പറയുക കാതിൽത്തടെ ഒക്കെ സെക്ഷനിൽ പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മക്ക് ഒഴിച്ചാൽ അത്ര അപ്പം പോയി നോക്കണം. ഞങ്ങളവിടുന്ന് ഏതാനും ഒരു കള എന്ന് പറയുന്നത് വള കൺഫേം ആക്കിയിട്ട് ഞങ്ങളവിടെ പറഞ്ഞു വെച്ച് പോന്നു കേട്ടോ. അതിൻ്റെ ഒന്നുകൂടി മോഡൽസ് തരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്നും കുട്ടികളങ്ങനെ ഗോൾഡ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒരു കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ നാട്ടിൽ പോവാണ്. അപ്പോൾ നാട്ടിൽ പോകാൻ കുട്ടികൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടോ. അനിയൻ്റെ കുട്ടിയുണ്ട്, അതുപോലെ മേമാൻ്റെ കുട്ടി പ്രസവിച്ചോൽക്കും കുട്ടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ സുഡിയോ ഓപ്പൺ ആയിക്കാണ് പുതിയത്. അപ്പോൾ സുഡിയോക്ക് പോയിട്ടോ. അവിടെ ഓപ്പണായിട്ട് ഇപ്പോൾ 2-3 മാസമായി. നമ്മൾ ഇങ്ങനെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യലുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനെ ഉദ്ഘാടനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുണ്ടല്ലോ അതിൻ്റെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡ് കൊടുക്കാനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടിരുന്നു. അപ്പോൾ ഇത് വന്നിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പോയി കാക്കുവിനെ തപ്പി പിടിച്ച് പോയി. കാക്കു പറഞ്ഞു ഇവിടെ ഇല്ല എന്നൊക്കെ കുറേ പറഞ്ഞു. കുറേ നട്ടം തിരിഞ്ഞാൽ കിട്ടിയത് കുറച്ച് ദൂരെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബൈക്ക് നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോർഡ് കുറേ മുന്നിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞാൻ വീട്ടിലേക്ക് ഉമ്മാക്കും വിളിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നുണ്ടായിരുന്നത്. കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെ മോഡൽ വേണമെങ്കിലും ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെ കണ്ടിട്ടുമില്ല. പോരാത്തത് കുട്ടികളെ എങ്ങനെ ഉണ്ട്, തടി ഉണ്ടോ, നീളമുണ്ടോ, എങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെയാണ് മനസ്സിലായത് കാണാത്ത കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കൽ ഭയങ്കര റിസ്ക്കാണെന്ന്. കാരണം എനിക്ക് ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എടുക്കും. എനിക്ക് കണ്ട കുട്ടികളാണെങ്കിൽ പോലൊരു തടി, ഷേപ്പ്, നീളം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ എടുക്കണ ഒരാളാണ്. അത് വിചാരിച്ച് ആ ഒരു കോൺഫിഡൻറ്റിൽ പോയതായിരുന്നു. എൻ്റെ മൊത്തം കോൺഫിഡൻറ്റ് ചോർന്നു പോയി പറഞ്ഞില്ലേ, അതുപോലെ ആയിരുന്നു. കാരണം നമ്മൾ കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുക്കുകയല്ലേ, അതുകൊണ്ട് ആകെ ഡൗട്ടായി. ഫോട്ടോ എടുത്ത് വിടുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കുള്ള ഡ്രസ്സിൻ്റെ ഇതൊന്നും അല്ല കാണുന്നു ഫോട്ടോയിൽ. ആകെ ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ കുറച്ച് വരലും തുടങ്ങി. ഫോൺ വിളിക്കുക, എടുക്കുക, പിന്നെയും കട്ടാക്കുക, കണക്റ്റ് ആവണുണ്ടായിരുന്നില്ല. ഉള്ളിൽ റേഞ്ച് കുറവ് കാരണം പിന്നെ ആകെ പിരാന്തായി. ഇത് എന്തൊക്കെയാണ് ചെയ്യുകയെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തായാലും ഈ ഒരു മഞ്ഞ ഞാൻ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അത് പാകം ഉണ്ടെങ്കിലും പാകമില്ലേലും ഇതെടുക്കുമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചെന്നപ്പോൾ തന്നെ എടുത്തൊരു ഇതായിരുന്നു.
പിന്നെ അവിടെ ചെന്നപ്പോൾ അതാ മച്ചും മോനും അവിടെയുള്ള തുണിയും കുപ്പായം മടക്കി വെക്കണ പരിപാടിക്ക് പോയിട്ടോ. പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഏതൊക്കെ മോഡലുണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് നോക്കിയിട്ടോ. കുട്ടികൾക്കൊക്കെ മച്ചുവിനും മോനുവിനൊക്കെ പറ്റിയ മച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ ബർത്ത്ഡേക്ക് ആയിട്ട് എന്തായാലും നമുക്ക് ഈ വൈക്ക് ഒന്നുകൂടി വരണം. അപ്പോൾ ഞാൻ അവനക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 149 റുപ്യയൊക്കെ നല്ല അടിപൊളി ബനിയനും ഇതൊക്കെ വന്നിരുന്നു. പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയത് കാക്കൂന് പറ്റൂല, കാക്കൂന് പറ്റിയത് എനിക്ക് പറ്റൂല. അതായിരുന്നു മെയിൻ പ്രശ്നം. പിന്നെ കുട്ടിയുടെ അമ്മാക്കും പാപ്പാക്കും എന്താണ് ടേസ്റ്റ് എന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ അതാ കാക്കൂന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പച്ച ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കാണാൻ ചെറിയൊരു ടോപ്പാണെങ്കിലും ഒരു 2-3 വയസ്സായ കുട്ടികൾക്ക് ഇടുന്നതാണ് കേട്ടോ. കാരണം ഒരു നീളുന്നൊരു ടൈപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ പാവാടയൊക്കെ വരുന്നത് വലിയതായിരുന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാലോ ഇത് വലിച്ച് നീട്ടി ഇലാസ്റ്റിക് പോലുള്ളതാണ്, അപ്പോൾ അങ്ങനെ ഇട്ടുന്നതാണ്. പിന്നെ എനിക്ക് ഈ 5 സ്ലീവിൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷേ ഈ പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾക്ക് ഞാനിതൊക്കെ കൊണ്ടുപോയി വലിയ ആട്ടും. എന്തായാലും ഞങ്ങൾ 2 എടുത്തിട്ട് പിന്നെ അവിടുന്ന് പോന്നു കേട്ടോ. കാരണം ഇനി കുറേ നേരം നിൽക്കാൻ പറ്റില്ല, നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ പ്ലാനിങ്ങിലുള്ളതായിരുന്നു സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം അഹമ്മദ് നഗർ പോയിട്ടിരുന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളിതാ ഇത് കഴിച്ചു, നോൺ വെജാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ മഴ ചാറുന്ന, മഴകളുടെ തുള്ളികൾ ചാടുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? അമ്മാതിരി നല്ല മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ റോള്, അതുപോലെ എന്താ സാധനത്തിൻ്റെ പേര് കബാബ്, അങ്ങനെ എന്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു മനുഷ്യൻ്റെ സ്കൂട്ടറും ഇരുന്നിട്ടാണ് കേട്ടോ എൻ്റെ പൈതങ്ങൾ തിന്നണ്. കണ്ടോ കുടിയിൽ നിന്ന് ചോറൊക്കെ കൊടുത്താൽ തിന്നാത്ത ആളാണ് അത് തിന്നണത്. പിന്നെ കുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല, തടയും നന്ദി അങ്ങനെയാണല്ലോ. കാരണം നമ്മളാണെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും കിട്ടിയാൽ രസമല്ലേലും തിന്നും, കായ് കൊടുത്തല്ലേ വെച്ചിട്ടേ. അപ്പോൾ പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ ജ്വല്ലറിക്ക് പോയിട്ട് ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, കാരണം നമ്മുടെ സംഭവം റെഡിയായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മലയാളിയാണ് കേട്ടോ, ആൾ അവിടെ ഉണ്ടായിരുന്നു, 1-2 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളി നല്ല സ്വഭാവമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല സ്വഭാവമൊക്കെയാണ്. പിന്നെ അതാണ് നമ്മളെടുത്ത വള കേട്ടോ. നമുക്ക് മൊത്തം അത് ഇങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. ഇതാണ് അപ്പോൾ ഇതിനുണ്ടോ മോന് മുന്നിൽ വന്ന് നിന്നു. മോന് കാണാനുള്ള ആകാംക്ഷയിൽ ഞാൻ മാറിക്കാൻ പറഞ്ഞപ്പോൾ മോന് പറയാം ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ പിന്നെ ഓനാണ് കാണട്ടെ എന്ന് വെച്ചു. അപ്പം ഞങ്ങൾ വളയൊക്കെ എടുത്തു. സംഭവം ഞങ്ങൾ ഇനിയിപ്പോൾ ഓടി ഞങ്ങൾ അവിടെ എത്തണ്ടേ എന്നുള്ള വെപ്രാളത്തിലാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ അങ്ങോട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത് ഞങ്ങളുടെ ബോക്സിൽ. അപ്പോൾ നമ്മൾ കടയിൽ കയറുമ്പോൾ രാവിലെ ആയിരുന്നു, കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രിയായി നിങ്ങൾ വിചാരിക്കണ്ട. കാരണം നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ അവർ പോലെ റെഡി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് വന്നെടുത്ത്. ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞു, ഞങ്ങൾ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.